നിങ്ങളോ? ചേട്ടൻ വീട്ടിലില്ലല്ലോ, പുറത്തു പോയിരിക്കുക. ഓ അങ്ങനെയാണോ? എത്ര ടൈം ആവുമ്പോ വരും? ചേട്ടന് ഫോൺ ചെയ്തിരുന്നോ? ഞാൻ വിളിച്ചു നോക്കിയായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് എന്നാ വരുന്നേ. അങ്ങനെയാണോ? ഇയാള് വീണ്ടും കുടിക്കാൻ കുപ്പിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്താണേ ഇത്? നിങ്ങൾ കാരണം എന്റെ ചേട്ടൻ വീട്ടിലിരുന്ന് കുടി തുടങ്ങിയത്. ഇതുവരെ ജോലി കഴിഞ്ഞ് വരുമ്പോ പുറത്തുനിന്നായിരുന്നു കുടിച്ചിട്ട് വന്നിരുന്നത്. ഇപ്പൊ നിങ്ങൾ കാരണം വീട്ടിലിരുന്നും കുടിക്കാൻ തുടങ്ങി. അങ്ങനെയല്ലെന്നേ, അവനാ എന്നോട് പറഞ്ഞത് വരുമ്പോ ഫോറിൻ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നേ. അദ്ദേഹം പറഞ്ഞ വീട്ടിൽ കുടിക്കാൻ പറ്റില്ല എന്ന് പറയായിരുന്നില്ലേ? ഇത് നോക്ക്, വീട്ടിലിരുന്ന് ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. ശരിയെന്നാ, ഞാനങ്ങ് ഇറങ്ങിയേക്കാം. ഡേയ്, ഞാൻ പോയിട്ട് വരാം. നീ എന്താ പോകുന്നേ? ഒന്നുമില്ലടാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. എടാ, ഞാൻ വന്നോണ്ട് പോവാന്ന് പറഞ്ഞ എന്താ അർത്ഥം? എടാ, എന്നെ കാരണം നീ വീട്ടിൽ ഇരുന്ന് കുടിക്കാൻ തുടങ്ങിയെന്ന് നിന്റെ വൈഫ് എന്നോട് പറഞ്ഞു. ഇനി ഇതൊന്നും വേണ്ടടാ, ഞാൻ പോവാ. എടാ, അവള് കിടന്നാണ്, നീ വാ വാ, അതോട് കേറ്. എടി, എന്താടി ഇത്? നീ എന്റെ ഫ്രണ്ട് എടുത്തിട്ട് അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇവനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവൻ വരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ കുടിച്ചത്. ഇതിൽ നിനക്ക് എന്താ പ്രശ്നം? ഡാളിയ, ഇവിടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ, നീ ഒന്നും മനസ്സിൽ വെക്കണ്ട. നമുക്കകത്ത് പോകാം, വാ. ആളിയാ, നാളെ വൈകിട്ട് ഞാൻ ഫോറിനേക്ക് തിരിച്ചു പോളിയാ. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ സന്തോഷമായിട്ടിരുന്ന് കുടിച്ചതൊക്കെ ഞാൻ ഒരിക്കലും മറക്കത്തില്ലേ. ശരിയല്ലയാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ സന്തോഷമായിട്ട് പോയിട്ട് പോയാളിയാ. നീ ഫോറിന് ചെന്ന ശേഷം എനിക്ക് കോൾ ചെയ്യണം. ശരിയല്ലയാ, വിളിക്കാടാ. റെഡി, നേരായിട്ട് നടക്കണം. എടേ, ഗൗതമി, എടേ, നീ എന്നെയാടി വിളിച്ചത്? നീ എവിടെയാടി? എന്താ ചേട്ടാ ഇത്? ഇപ്പൊ ദിവസേന കുടിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ദിവസം കുടിച്ചിട്ട് വരുന്നത് നല്ലതാണോ? എടേ, ഈ വീട്ടിൽ ചെല്ല കുടിക്കാൻ പറ്റാത്തത്, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നാ കുടിച്ചത്. എടി, മാറിക്കടി. ഇവിടെ എവിടെ ആയിരുന്നല്ലോ വാതില്?
അതിവിടെ ഇവിടെ കാണുന്നില്ലല്ലോ. ആരുടെ വഴിയിലൊക്കെ പടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സ്റ്റഡി സ്റ്റഡി. ഗൗതമേ, അത് എന്താ ചേട്ടാ ഇത്? നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം? വീട്ടിലേക്ക് ഇങ്ങനെ കുടിച്ചിട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞാ വീണ്ടും അത് തന്നെ ചെയ്ത എന്താ ചെയ്യാ? നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ഫ്രണ്ടാ. അയാൾ വന്ന ശേഷമാണ് നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആയത്. ഇതിനു മുമ്പ് നിങ്ങൾ വല്ലപ്പോഴും മാത്രാ കുടിച്ചിരുന്നത്. എന്നാ നിങ്ങളുടെ കൂട്ടുകാരൻ വന്ന ശേഷം ദിവസവും ബോധം മറയുന്നവരെ നിങ്ങൾ കുടിക്കുന്നത്. എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച 6 മാസമായി ഞാൻ കാത്തിരിക്കുക. എന്നാ നിങ്ങള് നേരെയാവുന്ന പോലെയൊന്നുമില്ല. ഈ വീട്ടിൽ എനിക്ക് യാതൊരു വിലയുമില്ല. ഇനി നിങ്ങൾ ഇങ്ങനെ കുടിച്ചിട്ട് വീട്ടിലേക്ക് വന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. ഇനി കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യം വേറെയാ. പോടി, ഉപദേശിക്കാൻ വന്നിരിക്കുന്ന ആള്. കാർത്തികേ, കാർത്തികേ. ഓ, നിങ്ങളാണോ? സുഖമാണോ നിങ്ങൾക്ക്? ആ, കുഴപ്പമൊന്നുമില്ലെന്നേ. കാർത്തിക് എവിടെയാ? അവൻ ഓഫീസിൽ നിന്ന് ഇനി വന്നിട്ടില്ലേ? വരാനുള്ള സമയായി, ഇതുവരെ എത്തിയിട്ടില്ല. ആഹാ. അയ്യോ, എന്താ പറ്റിയത്? സൂക്ഷിച്ച്. കാർത്തികേ, നീ മദ്യപിച്ചിട്ടുണ്ടോ? സൂക്ഷിച്ച്. എന്താ സൂക്ഷിച്ച്. അതെ, എന്നെ ആരും പിടിക്കണ്ട. എത്ര കുടിച്ചാലും നല്ല ബോധമുണ്ട്. വീടാണല്ലോ പറഞ്ഞത്. എന്നെ ആരും പിടിക്കാൻ നിൽക്കണ്ട. വീട്. എന്താ ഇവൻ ഇങ്ങനെ കുടിച്ചിട്ട് വന്നിരിക്കുന്നത്? ലഹരിയിൽ ഞാൻ ആരാണെന്ന് പോലും ഇവൻ അറിയുന്നില്ല. ഇവൻ എപ്പോ തൊട്ട് എങ്ങനെയൊക്കെ മാറിയത്? ഒരു 6 മാസത്തിന് മുമ്പ് അമേരിക്കയിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വന്നിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ഇങ്ങനെയായത്. അയാൾ വരുമ്പോഴൊക്കെ അയാളോടൊപ്പം വീട്ടിൽ തന്നെ ഇരുന്ന് കുടിക്കുമായിരുന്നു. അതിനുശേഷം ഇങ്ങനെ എന്നും കുടിച്ചിട്ടാ വരുന്നത്. ആണോ? കേൾക്കുമ്പോഴേ വിഷമം തോന്നുന്നുണ്ട്. ശരി, ഞാൻ പോയിട്ട് വേറൊരു ദിവസം വരാം. ശരി, എന്നാ ഇറങ്ങട്ടെ. കാർത്തിക് അകത്തുണ്ടോ? അന്ന് അവനോട് സംസാരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവനെ കണ്ടിട്ട് പോകാന്ന് വെച്ച് വന്നത്. ആ, അദ്ദേഹം വീട്ടിലുണ്ട്. അകത്തേക്ക് വരൂ. ശരി. ചേട്ടാ, നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. എടാ അരുൺ, നീയായിരുന്നു? വാ ഇങ്ങോട്ടിരിക്കേ. സംസാരിച്ചോണ്ടിരിക്കൂ, ഞാൻ പോയി കാപ്പി കൊണ്ടുവരാം. കൊണ്ടുവാ. 2 ദിവസം മുമ്പേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അന്ന് നീ നല്ലോണം മദ്യപിച്ചിരുന്നു. ഞാൻ വന്നത് പോലും നീ അറിഞ്ഞില്ല. നീ എങ്ങനെ ഈ ലഹരിക്ക് അടിമയായത്? ദിവസേന നീ മദ്യപിച്ചുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞു. നിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയും നിനക്ക്? എടാ, അങ്ങനൊന്നുമില്ല. നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് എന്തിനാ ഈ ശീലമൊക്കെ? വല്ലപ്പോഴൊക്കെ ഫെസ്റ്റിവലിനോ ഫംഗ്ഷനോ കുടിച്ചോണ്ടിരുന്നല്ലേ നീയെ? നിന്നെ ആരാ എങ്ങനെ ദിവസേന മദ്യപിക്കാൻ പഠിപ്പിച്ചത്? നിനക്കിതൊക്കെ ആവശ്യമാണോ? ഇതൊന്നും വേണ്ട, വിട്ടേക്കടാ. എടാ, നീ പറഞ്ഞത് ശരിയാ. ഞാൻ ഈ കുടിയൊക്കെ എങ്ങനെയാണ് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ലടാ. ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കുടിക്കരുതെന്ന് ആഗ്രഹിക്കുന്നേ. പക്ഷെ കടലെടുത്ത് എത്തുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലടാ. ഇങ്ങോട്ട് നോക്കിയേ, നീ ഈ കുടി വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? അതന്നെ വലിയ കാര്യമാണ്.
എനിക്കറിഞ്ഞ ഡ്രഗ് ഡി അഡിക്ഷൻ സെന്റർ ഒന്നുണ്ട്. ആ. നീ അവിടെ പോയാൽ മതി, നല്ല ട്രീറ്റ്മെന്റ് അവിടെ. നീ അവിടെ പോയ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കുടിക്കില്ലടാ. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്നെ അവിടെ കൂട്ടിക്കൊണ്ട് പോവാം. ഈ കുടിയൊന്നും വേണ്ടടാ. ഈ കുടി കാരണമേ നിന്റെ ദേഹത്തിനാണ് കേട്. ആ, ആ, ദാ ചായ കുടിക്കേ. വളരെ നന്ദിയുണ്ട്. ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ചേട്ടനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ഞാൻ എത്ര തന്നെ പറഞ്ഞിട്ടും ചേട്ടൻ തീരെ കേൾക്കുന്നില്ല. ഒരു കൂട്ടുകാരൻ ഇവിടെ വന്ന് ചേട്ടനെ മദ്യത്തിന് അടിമയാക്കിയിരിക്കുക. എന്നാൽ നിങ്ങളാണെങ്കിൽ ചേട്ടനെ ഈ ശീലത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ശരിക്കും നിങ്ങൾക്കൊരു വലിയ മനസ്സാണ്. ഇത് നോക്കിയേ, എൻ്റെ ഫ്രണ്ട് നന്നായാൽ മതി, എനിക്ക് അതന്നെ വലിയ സന്തോഷമാണ്. അവൻ എപ്പോഴും ആരോഗ്യത്തോടെ ജീവിക്കുകയാണെങ്കിലേ അത് മതി എനിക്ക്. ഇടാ, നമ്മളെ നാളെ തന്നെ ആ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് ചെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയേക്കാം. മനസ്സിലായോ? ഉറപ്പായിട്ടും പോടാ. വളരെ നന്ദിയുണ്ട്. ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്നത് ചെയ്തു. എൻ്റെ ഫ്രണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം, എനിക്കത് മതി മാഡം. സന്തോഷം.